നമസ്കാരം ട്രേഡേഴ്സ്, നമസ്കാരം ഇൻവെസ്റ്റേഴ്സ്. അങ്ങനെ നമ്മളൊരു ഇടവേളയ്ക്ക് ശേഷം മന്ത്ലി എക്സ്പയറി ആയിട്ടുള്ള ഈ ഒരാഴ്ചയിലേക്ക് കടക്കുകയാണ്. നാടെങ്ങും കനത്ത മഴയാണ്. വളരെ ശ്രദ്ധിച്ച് ഡ്രൈവൊക്കെ ചെയ്യുക. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രധാന ഗുണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഏതൊരു സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യും എന്നുള്ളതാണ് ആകെ നമുക്കുള്ളൊരു ഗുണം. പക്ഷേ മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം തന്നെ FISൻ്റെ വൈകുണ്ടായിരുന്നു. ആഴ്ചയിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ FIS ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വന്നു. അപ്പോൾ അത് നമുക്ക് മാർക്കറ്റിൽ അത് വിസിബിളാണ്, മാർക്കറ്റിൻ്റെ മുന്നോട്ടുള്ള ഒരു പോക്ക്. എങ്കിലും കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ട്രംപിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയന് എതിരെ 50% താരിഫ് അത് ഈ ഒരു മാസം, അടുത്ത മാസം 1-ാം തീയതി മുതൽ തന്നെ ഇത് ആരംഭിക്കുമെന്നുള്ള ന്യൂസ് US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും സിവിയറായ രീതിയിൽ സെൽ ഓഫ് നടത്തി. എന്നാൽ ഇപ്പോൾ ഉള്ള ഏറ്റവും അപ്ഡേറ്റ്, ഈ ഒരു താരിഫ് ജൂലൈ 9 വരെ എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ള പുള്ളിയുടെ പ്രസ്താവന കാരണം ഇപ്പോൾ US ഫ്യൂച്ചർ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി മാർക്കറ്റിനെ ഏറെക്കുറെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് മാർക്കറ്റിൻ്റെ ഗതി മാറി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ട്രംപ് പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ പുള്ളിയുടെ പ്രസ്താവനകൾ അനുസരിച്ച് മാർക്കറ്റിൽ ചെറിയ റിയാക്ഷനൊന്നുമല്ല, വലിയ തോതിലുള്ള റിയാക്ഷനാണ് മാർക്കറ്റിൽ നടക്കുന്നത്. അത് ഒട്ടും നല്ലതല്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അപ്പോൾ എനിവേ ആ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. US ഫ്യൂച്ചർ തിരികെ വന്നിട്ടുണ്ട്. അത് കാരണം ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്. അത് കാരണം ഗിഫ്റ്റ് നിഫ്റ്റിയും പോസിറ്റീവാണ് എന്നുള്ളത് ആണ് നമുക്കിപ്പോൾ കേൾക്കുന്ന ന്യൂസ്. കാണാം ആദ്യം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പെർഫോമൻസ്. വെള്ളിയാഴ്ചത്തെ ക്ലോസും കണ്ടു. വെള്ളിയാഴ്ചത്തെ ക്ലോസിങ്ങിൽ നിന്ന് വലിയൊരു ഇടിവ് 24,694 വരെ പോയിരുന്നു. ഇത് നിഫ്റ്റിയുടെ 50 മിനിറ്റ്സ് ഗിഫ്റ്റ് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. 15 മിനിറ്റ് ചാർട്ട്. 24,694 ലോ പോയ ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാണാം ഒരു ഗ്യാപ്പ് അപ്പിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് കാണാം. 50 മിനിറ്റ് ചാർട്ടായതുകൊണ്ടാണ് ഏറ്റവും ടോപ്പിലുള്ള 2 ക്യാൻഡിൽ ചെറുതായിട്ട് കാണുന്നത്. അപ്പോൾ അത് എന്താ കാണിക്കുന്നത്, കഴിഞ്ഞ ശനിയാഴ്ച 2 AM ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതിൽ നിന്നൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ട്. സസ്റ്റെയിൻ ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കുമ്പോഴും അത് കാണാൻ സാധിക്കും. ഡോ ഫ്യൂച്ചർ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ US മാർക്കറ്റ് നമുക്കറിയാം അവിടെ ഇപ്പോൾ ക്ലോസ് ആണ്. പക്ഷേ ഫ്യൂച്ചർ കോൺട്രാക്ട് ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ, ഫ്യൂച്ചർ കോൺട്രാക്ട് കാണാൻ പോസിറ്റീവാണ്. അത് കാരണം നിക്കി ജപ്പാൻ മാർക്കറ്റും കോസ്പി കൊറിയൻ മാർക്കറ്റും പോസിറ്റീവായത് കാണാൻ സാധിക്കും. ഈവൻ ബിറ്റ്കോയിൻ ഏറ്റവും ടോപ്പിൽ കാണാം $1,700 ഒരു അപ്സൈഡും പോയത് കാണാൻ സാധിക്കും. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ള നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം. അതായത് ഗ്ലോബൽ മാർക്കറ്റ് പോസിറ്റീവായതും ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവായതിൻ്റെ പ്രധാന കാരണം ട്രംപിൻ്റെ ആ ഒരു യൂറോപ്യൻ യൂണിയൻ മേലുള്ള താരിഫ് ഡിലേ ആണ്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് ജസ്റ്റ് പരിശോധിക്കാം. 24,853 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. 24,500 മേജർ സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. 24,500 ഭാഗത്തൊരു മേജർ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തത് കാണാം. ഇത് ഓപ്ഷൻ റൈറ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയോടെ കാണണം. അപ്പോൾ ആ ഒരു ഗ്രീൻ കളറ് പുട്ട് ഓയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് കളറ് കോൾ ഓയാണ്. കോൾ ഓയ 25,000 ചെറിയ തോതിലുള്ളൊരു ഫസ്റ്റ് റെസിസ്റ്റൻസും, അത് പൊട്ടിയാൽ 24,25,500 അടുത്ത റെസിസ്റ്റൻസ് സോണായിട്ട് നിലവിലുള്ളത്. PCR 1 ആണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ന്യൂസുകളിൽ നമ്മൾ കുറച്ചും കൂടി ഡേറ്റാസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ആളുകൾക്ക് വേണം. അപ്പോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ലെവലുകൾ ഇൻ ദ സെൻസ് ഇപ്പോഴുള്ള ലെവലുകളുണ്ടോ, അല്ലാതെ മറ്റും നമുക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസുകളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ന്യൂസിൽ പങ്കുവെക്കുന്നത്, അത് ആളുകൾ അതിനെ പിന്തുടരുന്നത് അത്ര നല്ലതല്ല. ന്യൂസുകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ന്യൂസ് പോലെ ഉള്ള സ്വഭാവമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുകയാണെങ്കിൽ യൂണിയൻ ബാങ്ക് RBI 63 ലക്ഷത്തിൻ്റെ ഒരു പെനാൽറ്റി ചുമത്തിയെന്നുള്ള ന്യൂസ്. പാരാസ് ഡിഫൻസ് കമ്പനി ഇസ്രായേൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡ്രോൺ കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് ചെയ്തു എന്നുള്ള ന്യൂസ്. അശോക് ലൈലാൻഡ് അവർ ബോണസ് ഷെയർ 1:1 എന്ന റേഷ്യോയിൽ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ Q4 റിസൾട്ട് കേട്ടിരുന്നു എന്ന് വിശ്വസിക്കുന്നു. 38% ഉണ്ടായിരുന്നു Q4 ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് വർധനവ്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് കമ്പനി അവർ 5% റവന്യൂ സ്ലൈറ്റ്ലി ഫോൾ ആയിട്ടുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റും ഫ്ലാറ്റായിരുന്നു 165 കോടി രൂപ.
NTPC കമ്പനി നെറ്റ് പ്രോഫിറ്റ് 22% ഉയർന്നിരുന്നു. അശോക് ബിൽഡ്കോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 73% ഉയർന്ന് 432 കോടി രൂപ കരസ്ഥമാക്കി. ജയ് വെറാവ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 3 മടങ്ങ് ഇത്തവണ ഉയർന്നു 186 കോടി രൂപ കരസ്ഥമാക്കി. DLF കമ്പനി 10,000 കോടി രൂപ ഇവരുടെ പ്രീമിയം ഓഫീസ് സ്പേസ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നു. JK സിമെൻറ്റ് കമ്പനി 218 നിന്ന് 360 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സെസ്ലാർ ഇലക്ട്രോണിക് കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 10 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. സർദാർ എനർജി കമ്പനി 94 നിന്ന് 108 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി എന്നുള്ളതാണ് ന്യൂസ്. വൈകിട്ട് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു ഓൾ.